ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു കുക്കർ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. എല്ലാ വീട്ടമ്മമാർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ചിക്കൻ കറിക്ക് ആവശ്യമായ സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് എന്നിവയാണ് ചിക്കൻ കറിക്ക് ആവശ്യമായത്. അതിനുശേഷം അടുപ്പിൽ ഒരു കുക്കർ വച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് ചൂടാക്കുക. ചൂടായതിന് ശേഷം അതിലോട്ട് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. പച്ചമണം മാറിയതിന് ശേഷം സവാളയും തക്കാളിയും അതിലോട്ട് ചേർത്ത് ഇവയെല്ലാം വയന്ന് കിട്ടാൻ വേണ്ടി ശകലം ഉപ്പും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇതിനാവശ്യമായ പൊടികൾ: മഞ്ഞൾപ്പൊടി, എരിവിനാവശ്യമായ മുളക് പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ചിക്കൻ മസാലയും കുറച്ച് പെരിഞ്ജീരകവും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. സവാളയും തക്കാളിയും നല്ലപോലെ വെന്തതിന് ശേഷം അതിലോട്ട് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. മസാലകൾ ചേർത്ത് അത് നല്ലപോലെ വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ വഴറ്റിയെടുത്ത് അതിന് ശേഷം നമുക്കിതിലോട്ട് ചിക്കൻ ചേർക്കാം. ആവശ്യത്തിനുള്ള ചിക്കൻ ചേർത്ത് മസാലയും ചിക്കനും കൂടെ നല്ലപോലെ വഴറ്റി എടുക്കുക. ഇതിലോട്ട് നമുക്കൊരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരല്പം മാത്രമേ ഒഴിക്കുന്നുള്ളൂ. ചിക്കനിൽ നിന്നും വെള്ളം ഒരുപാട് ഇറങ്ങി വരും, അത് മതി. ഇനി അതിലോട്ട് കറിവേപ്പില ചേർത്ത് കുക്കർ അടച്ച് വയ്ക്കുക. ഇതിലോട്ട് നമുക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കുക്കർ അടച്ച് വെച്ച് 2 വിസിലോളം വേവിക്കണം. ഇതാണ് പാകം. അടച്ച് വെച്ച് 2 വിസിലിന് ശേഷം പുറത്തെടുത്തതാണ്. കണ്ടില്ലേ, നമ്മുടെ ഗ്രേവിയോട് കൂടിയ ചിക്കൻ കറി. ഇതിൽ അല്പം വെള്ളം വിറ്റാൽ മതി. ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി അതിലുള്ള ഗ്രേവി നമുക്ക് കിട്ടിക്കോളും. കണ്ടില്ലേ, എന്ത് കുറുകിയ ഒരു ചിക്കൻ കറിയാണ് ഇത്. നമുക്ക് മരിച്ചീനിയോടുകൂടും ചപ്പാത്തിയോടും ചോറിനോടും കൂടെ കൂട്ടാൻ പറ്റിയതാണ്.